എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ PSC കൂടുതലും അപ്പോയിന്റ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അന്താരാഷ്ട്ര സംഘടനകളും അവരുടെ നേതാക്കളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോ ചെറിയ കണക്ഷൻസ് കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. ആദ്യത്തെ പോയിന്റ്, ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗ അല്ലെ. ലോക ബാങ്ക് ബംഗ, സിമ്പിൾ ആയിട്ട് ആലോചിക്കാലോ. ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ? ബംഗയാണ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇതിന് ശേഷം ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. അടുത്ത പോയിന്റ്, IMFന്റെ ഡയറക്ടർ. IMFന്റെ ഡയറക്ടർ ആരാ? ക്രിസ്റ്റലീന ജോർജീവ. ആരാണ്? ക്രിസ്റ്റലീന ജോർജീവയാണ് IMFന്റെ പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ IMF എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് അല്ലെ. അതായത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട്. IMF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അപ്പോ പൈസ അല്ലെങ്കിൽ മണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർത്തു വെക്കാലോ, ഈ ക്രിസ്റ്റലിനൊക്കെ നല്ല പൈസയാണ് നല്ല രീതിയിൽ ഓർക്കാം അല്ലെ. അപ്പൊ ക്രിസ്റ്റലീന ജോർജീവയാണ് IMFന്റെ ഡയറക്ടർ കേട്ടോ. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ? അജയ് ബംഗ. IMFന്റെ ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് അവൈലബിൾ ആണ്. അതിനകത്ത് ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഗ്രാമറും വൊക്കാബുലറിയും അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മളൊരു 800 ക്വസ്റ്റ്യൻസോളം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ട്. ഇതിനെല്ലാം കൂടിയിട്ടുള്ള പ്രൈസ്, ടോട്ടൽ പ്രൈസ് ആണ് 399 റുപ്പീസ് കേട്ടോ. PDF നോട്ട്സും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സിന്റെ 30 ഡേയ്സിന്റെ സെക്രട്ടറി അസിസ്റ്റന്റ് ക്രാഷ് കോഴ്സ് ഉണ്ട്. ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം കേട്ടോ. അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വലിയ മെമ്മറിയിൽ അങ്ങനെ നിർത്തേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഐഡിയ വെച്ചേക്കുക കേട്ടോ. ഇനി യൂണിസെഫിന്റെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ കാതറിൻ റസൽ ആണ്. ആരാണ്? കാതറിൻ റസൽ കേട്ടോ. യൂണിസെഫിന്റെ ഹെഡ് ആരാണ് അല്ലെങ്കിൽ സെക്രട്ടറി ആരാണ് ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? കാതറിൻ റസൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഓർത്തു വെക്കാം. അതിനു മുമ്പ് യൂണിസെഫ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിസെഫ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് യൂണിസെഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. അപ്പൊ എമർജൻസി ഒക്കെ വരുമ്പോൾ നമ്മൾ നല്ല റഷ് ആയിരിക്കും എന്ന് ഓർക്കാം അല്ലെ. എന്തെങ്കിലുമൊക്കെ എമർജൻസി വരുമ്പോൾ നമ്മൾ വളരെ റഷ് ചെയ്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാം. കാതറിൻ റസൽ ആണ് യൂണിസെഫിന്റെ ഡയറക്ടർ കേട്ടോ. ഇനി അടുത്ത് നോക്കി, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ തോമസ് ബാച്ച് ആണ്, അല്ലെങ്കിൽ തോമസ് ബാക്ക് കേട്ടോ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ തോമസ് ബാച്ച്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കിയേ. ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. IMFന്റെ ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ. യൂണിസെഫിന്റെ ചോദിക്കുകയാണെങ്കിൽ ആരാ? കാതറിൻ റസൽ. നമ്മൾ ഇതിന്റെ ഫുൾ ഫോമും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ഫുൾ ഫോമും നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. യൂണിസെഫ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ്. എമർജൻസി വന്നുകൊണ്ട് തന്നെ നല്ല റഷ് ആയിരുന്നു എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ കാതറിൻ റസൽ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ തോമസ് ബാച്ച് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ഭക്ഷ്യ കാർഷിക സംഘടന ഡയറക്ടർ ജനറൽ ആരാണ്? ഭക്ഷ്യ കാർഷിക സംഘടന ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ക്യൂ ആണ്. ഭക്ഷ്യ കാർഷിക അല്ലെ. അപ്പൊ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഭക്ഷണം ഒക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ചിലപ്പോൾ ക്യൂല് നിൽക്കും അല്ലെ. ഒരു ബുഫയ്ക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മൾ ക്യൂല് നിൽക്കണതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പൊ ക്യൂ ആണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ആരാണ്? ക്യൂ. ഇത്രയും സെറ്റ് അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ടെഡ്രസ് അഥനമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രസ് അഥനമാണ് കേട്ടോ. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. PSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യം ധനമാണെന്ന് ഓർക്കാം അല്ലെ. ഹെൽത്ത് ഇസ് വെൽത്ത് നമ്മൾ പറയാറില്ലേ. അപ്പൊ അതേപോലെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ടെഡ്രസ് അഥനം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ഒപ്പെക്കിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഹെയ്ദിം അൽ ഗെയ്സ് ആണ്.
ഓക്കെ. അപ്പൊ ഒപെക് എന്ന് പറഞ്ഞാൽ എന്താ, അതും കൂടെ പഠിച്ചു പോവാ. അതും ഈ പറഞ്ഞ പോലെ നമ്മളോട് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഒപെക് എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോ ഇത് പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് അല്ലെ. അപ്പൊ പെട്രോൾ എന്ന് പറയുമ്പോൾ പെട്രോളും ഗ്യാസും ആയിട്ടൊക്കെ നമുക്കൊന്ന് ഓർത്ത് വെക്കാലോ അല്ലെ. അപ്പൊ ഹെയ്തം അൽ ഗെയ്സ് കേട്ടോ, ഗ്യാസ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഒപെക് എന്ന് പറയുമ്പോൾ എന്താണ് ഫുൾ ഫോം? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഹെയ്തം അൽ ഗെയ്സ് ആണ്. ഓക്കെ. അടുത്ത് നോക്കാം, കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കാവുന്നതാണ് അല്ലെ. കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഷേർലി അയോക്കോട്ട് ആണ്. ഷേർലി അയോക്കോട്ട്. ഓക്കെ. കോമൺവെൽത്ത് നമുക്ക് ഓർത്തു വയ്ക്കാം, നമ്മുടെ കയ്യിൽ കുറെ കോമൺ ആയിട്ട് വെൽത്ത് ഉണ്ട്. വെൽത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് ഓർത്തു വയ്ക്കുക അല്ലെ. അപ്പൊ അതേപോലെ ഷേർലി അയക്കോട്ട് ആണ് കേട്ടോ. കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ആരാണത്? ഷേർലി അയക്കോട്ട്. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറൽ, ട്രേഡിന്റെ ഒക്കെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഒക്കോഞ്ചോ ഇവേലയാണ്. ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരത്തിന്റെ ഒക്കെ സംഘടന ഡയറക്ടർ, ലോക വ്യാപാര സംഘടന ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഒക്കോഞ്ചോ ഇവേല. നമുക്ക് ഓർക്കാം, ഈ ട്രേഡ് എന്നൊക്കെ പറയുമ്പോൾ കൊഞ്ചിന്റെ വ്യാപാരമായിട്ട് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാലോ അല്ലെ. അപ്പൊ കൊഞ്ച് അല്ലെങ്കിൽ ഒരു വേലയാണ് ട്രേഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഓർത്തു വയ്ക്കുക അല്ലെ. അപ്പൊ ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഒക്കോഞ്ചോ ഇവേല. നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഓടിച്ചു നോക്കാം, അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഓക്കെ. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് വേഗം പറ, ആരാണ്? അജയ് ബംഗ അല്ലെ. IMF ഡയറക്ടർ മോണിറ്ററി ആണ്. അപ്പോ ക്രിസ്റ്റലിനൊക്കെ നല്ല പൈസയാന്ന് ഓർത്തു വെക്കാം. ക്രിസ്റ്റലീന ജോർജീവ. യൂണിസെഫിന്റെയോ? ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് അല്ലെ. അപ്പൊ അതാരാ? റഷീം എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞു, കാതറിൻ റസൽ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. ഓക്കെ. ഭക്ഷ്യ കാർഷിക സംഘടന ഡയറക്ടർ ജനറൽ, ഭക്ഷണം കാണുമ്പോൾ നമ്മൾ ക്യൂല് നിൽക്കുന്നു പറഞ്ഞു, അപ്പൊ ക്യൂ. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അധനമാണ്. ഒപെക്കിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഗൈസ് ആണ് അല്ലെ, ഹെയ്തം അൽ ഗെയ്സ് ആണ്. അതേപോലെ തന്നെ കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ ഷേർലി അയക്കോട്ട് ആണ്. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഒക്കോഞ്ചോ ഇവേലയാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ജയ്ഷയാണ്. ഓക്കെ. ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ജയിക്കേണ്ട കാര്യമൊക്കെ ഓർക്കുമല്ലോ. അപ്പൊ ജയ്ഷ എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ജയ്ഷായാണ് കേട്ടോ. ഓക്കെ. ജയ്ഷ. അംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് കലാമാഡാണ്. ഓക്കെ. ആഗ്നസ് കലാമാഡാണ് അംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ. ആരാണ്? ആഗ്നസ് കലാമാഡ്. നമുക്ക് എംനസ് എന്നുള്ള രീതിയിൽ ഓർക്കാലോ. എംനസ് എന്ന് പറയുമ്പോൾ ആഗ്നസ് അല്ലെ. അപ്പൊ അംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറലിന്റെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ആഗ്നസ് ആണ് കേട്ടോ. സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ആഗ്നസ് കലാമാഡ്. അടുത്ത് നോക്കാം, നാറ്റോന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെയാണ്. ഓക്കെ. മാർക്ക് റൂട്ടെയാണ് നാറ്റോന്റെ സെക്രട്ടറി ജനറൽ. അപ്പൊ നാറ്റോന്റെ ഫുൾ ഫോം എന്താ അറിഞ്ഞു വെച്ചേക്കുക? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് കേട്ടോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറയുന്നത്. അതിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ മാർക്ക് റൂട്ടെയാണ്. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കോഡ് പറയണില്ല കേട്ടോ. ഇനി അസിയാന്റെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, അസിയാന്റെ ഹെഡ് ആരാ? അസിയാന്റെ ഫുൾ ഫോം അങ്ങനെ നമ്മൾ അറിഞ്ഞു വെക്കണം അല്ലെ. അസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് അസിയാൻ. അതിന്റെ ഹെഡ് ആരാ? കാവോ കിം ഹോൺ ആണ് കേട്ടോ. കാവോ കിം ഹോൺ ആണ്. അപ്പൊ സിയാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സിയാൻ കാറിലോ അല്ലെങ്കിൽ സിയാൻ കളറിലോ ഒരു കാറിൽ ഹോൺ അടിച്ചു പോയെന്നോ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് ഹോൺ അടിച്ചപ്പോ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തെന്നോ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അസിയാന്റെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ കാവോ കിം ഹോൺ ആണ്. അടുത്ത സാർക്കാണ്. സാർക്കിന്റെ ഹെഡ് ആരാ? സാർക്കിന്റെ ഹെഡ് ഗോളം സർവാർ ആണ് കേട്ടോ. സാർക്കിന്റെ ഫുൾ ഫോം എന്താ? സാർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് സാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അതിന്റെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ ഗോളം സർവാർ ആണ് കേട്ടോ. ആരാണ്? ഗോളം സർവാർ. ഒന്ന് ഓർത്ത് വെക്കുക, സാർക്ക് എന്ന് പറയുമ്പോൾ സർവാർ അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക. പ്രാസം ഒപ്പിച്ചൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. സർവാർ ഓർക്കാലോ. അപ്പൊ സാർക്ക് സർവാർ, ഗോളം സർവാർ ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഫിഫയുടെ പ്രസിഡന്റ് ആരാ? ഗിയാനി ഇൻഫാന്റിനോ. ഫിഫ
ഓക്കെ, അപ്പൊ ഫിഫയുടെ പ്രസിഡന്റ് ആര്? ഗിയാനി ഇൻഫാന്റിനോ. ഓക്കെ, നമുക്കറിയാലോ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഫുട്ബോളൊക്കെ നമ്മളൊരു ഇൻഫന്റ് ആകുമ്പോൾ മുതലേ പഠിച്ചു പോകണം എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ഫിഫയുടെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ഗിയാനി ഇൻഫാന്റിനോ. ഒരു ഇൻഫന്റ് ആകുമ്പോൾ മുതലേ ഫുട്ബോളൊക്കെ കളിച്ച് പഠിക്കുക എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ സാർക്കിന്റെ ആരായിരുന്നു? ഒന്ന് വേഗം ആലോചിച്ചിട്ട് പറഞ്ഞ. സാർക്ക് എന്ന് പറയുമ്പോൾ സർവാർ അല്ലെ, സർവാർ. ഫിഫയുടെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പർവ്വതനേനി ഹരീഷ് ആണ് കേട്ടോ. പർവ്വതനേനി ഹരീഷ് ആണ്. പഠിച്ചു വയ്ക്കുക, ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവ്വതനേനി ഹരീഷ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ്. അപ്പൊ അത്യാവശ്യം വലിയൊരാളായിരിക്കും, പർവ്വതം പോലെ വലിയൊരാളായിരിക്കും എന്നൊക്കെ ജസ്റ്റ് വെറുതെ ഓർത്തു വയ്ക്കുക കേട്ടോ. പർവ്വതനേനി ഹരീഷ് ആണ്. UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലെ. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, പോർച്ചുഗലുകാരനാണ്. ഒന്ന് അറിഞ്ഞു വെക്കുക, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ക്ലാസ് കണ്ട എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യുക. മാക്സിമം നമ്മൾ കമന്റ്സ് അനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.